പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ 39-40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ ഓരോ കുടുംബത്തെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വലിയ യാത്ര പോകുന്നവരെ ആശീർവദിക്കുന്ന ഈശോയെ, അവർ കയറുന്ന വിമാനം, ഇപ്പം നടക്കുന്ന യുദ്ധങ്ങൾ എത്രയും വേഗം അവസാനിച്ച് ലോകം സമാധാനപൂർണ്ണമാക്കണം. കർത്താവ്, യുദ്ധം ചെയ്യുന്നവരറിയുന്നില്ല. എത്രയോ മനുഷ്യരുടെ യാത്ര മുടങ്ങി, എത്രയോ മനുഷ്യർ ജീവിതം തീർന്നു, എത്രയോ മനുഷ്യർ ഇനി ഒരു കാലത്തും പൊങ്ങി വരാത്ത രീതിയിൽ അവരുടെ ബിസിനസ് തകർന്നു, അവരുടെ ജീവിതത്തിൻ്റെ താളം തെറ്റി ജീവിതത്തിനെ ഭ്രാന്തി പിടിച്ച പോലെയാകുന്നു. കർത്താവെ, അങ്ങനെയുള്ള എല്ലാ തിന്മകളിൽ നിന്നും യുദ്ധം മൂലം ഉണ്ടാകുന്ന കെടുതികളിൽ നിന്നും കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ വിശുദ്ധ രക്തം നിങ്ങളുടെ മേൽ തളിക്കപ്പെടട്ടെ. ഉച്ചമുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ വിശുദ്ധ രക്തം തളിക്കപ്പെടട്ടെ. രോഗങ്ങൾ, പീഡകൾ, സങ്കടങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ, വൈവാഹിക തടസ്സങ്ങൾ, വൈവാഹിക കേസുകൾ എത്രയും വേഗം എല്ലാം തീർന്ന് നിങ്ങളുടെ ജീവിതം സമാധാനത്തിൻ്റെ തുറമുഖത്തേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കാത്തിരിക്കുന്ന ഉത്കണ്ഠകൾ, നിങ്ങളെ തേടിയെത്തുന്ന എല്ലാവിധ വിഷമതകളും കർത്താവ് ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. പിരിഞ്ഞു നിൽക്കുന്ന മാതാപിതാക്കന്മാരെ, ഭാര്യാഭർത്താക്കന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. വീട്, ജോലി, വിവാഹം, വെള്ളം, വെളിച്ചം, വഴി ഇതൊന്നുമില്ലാതെ വേദനിച്ച് കഴിയുന്നവരെ, ആശുപത്രി പോലും കൊണ്ടുപോകാൻ പറ്റാത്തത് അക്കിടിലായപ്പോരുണ്ട്. റോഡില്ലാത്ത സ്ഥലങ്ങളിൽ പെട്ടുപോരുണ്ട്, വാഹനം എത്തുവരാത്ത സ്ഥലങ്ങളിൽ പെട്ടുപോരുണ്ട്. അത് വിട്ടുമാറാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. കർത്താവേ, എല്ലാം നിന്നെ ഏൽപ്പിക്കുന്നു. എന്തെല്ലാം മക്കൾ എന്തെല്ലാം തരത്തിൽ, ഏതെല്ലാം മക്കൾ എന്തെല്ലാം തരത്തിൽ എന്തെല്ലാം വിഷമങ്ങൾ അനുഭവിക്കുന്നു, അതെല്ലാം ഈ പ്രഭാതത്തിൽ യേശു ഏറ്റെടുക്കുകയും കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും നിന്റെ വഴികളിൽ കർത്താവ് നിന്നെ ആശ്വസിപ്പിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യട്ടെ. നിത്യപിതാപുത്രനും പരിശുദ്ധാത്മാവിനെ സന്നിധിക്കുക. പേര് നയന. കൃപാസന അൾത്താരയിലെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി, മരിയൻ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തിയതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ ഇപ്പോൾ UAയിലൊരു കെമിസ്ട്രി ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ വീട് മുരിയാട് ഇടവകയിലാണ് നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, എൻ്റെ മമ്മിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തിരുന്നത്. മമ്മി ഉടമ്പടി എടുത്തതിന് ശേഷം, ഉടമ്പടി എടുക്കുന്നതിന് മുൻപായിട്ട് എൻ്റെ പപ്പ പെട്ടെന്ന് ഒരു സ്ട്രോക്ക് വന്നിട്ട് മരണപ്പെടുകയുണ്ടായി. പ്രത്യേകിച്ച് വലിയ ആരോഗ്യ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിന് മുൻപായിട്ട് എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായതിൻ്റെ ഷോക്കിലാണ് പപ്പ മരിച്ചത്. അപ്പോൾ ആക്സിഡൻറ്റിൽ മൂക്കിനൊരു സർജറി എനിക്ക് കഴിഞ്ഞിരിക്കവെയാണ് പപ്പയുടെ മരണം. പക്ഷെ എന്നെ അറിയിച്ചിരുന്നില്ല. ഫ്യൂണറലിൻ്റെ സമയത്ത് ആണ് എന്നെ ഫ്യൂണറലിന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ പപ്പ മരിച്ച് കിടക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ എന്നെ കൊണ്ടുവന്നു. അപ്പം തന്നെ എന്നെ തിരിച്ചു കൊണ്ടുപോയി. അങ്ങനെ, കാരണം എൻ്റെ മൂക്കിൽ ഒരു പാക്ക് ഇട്ട്
വെച്ചേക്കായിരുന്നു. അതിൽ നിന്ന് ചോര വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എന്നെ തിരിച്ചു കൊണ്ടുപോയാണ് ഉണ്ടായത്. അതങ്ങനെ കഴിഞ്ഞു. അതിന് ശേഷം മമ്മി ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നെ ഞാൻ PG ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ PG കോഴ്സിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. കാരണം ഞാൻ ഡെലിവറിക്ക് ശേഷമാണ് PG കോഴ്സിന് ജോയിൻ ചെയ്തത്. അപ്പോൾ അതിന് ശേഷം പപ്പയുടെ മരണത്തിന് ശേഷമാണ് എൻ്റെ PG എക്സാമിൻ്റെ ഫൈനൽ എക്സാം വന്നത്. അപ്പോൾ ആ സമയങ്ങളിൽ എനിക്ക് ഈ പപ്പയുടെ മരണത്തിൻ്റെ ഉടനെ ഉണ്ടായില്ലെങ്കിലും പിന്നീട് എനിക്ക് ഒരുപാട് ട്രോമകളും ഒരുപാട് ഒരു ഡിപ്രസീവ് ബിഹേവിയറൊക്കെ ഞാൻ കാണിച്ചിരുന്നു. പപ്പയുടെ ഫ്യൂണറലിന് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ആ ഒരു വിഷമവും പിന്നീട് ഓരോ കാര്യങ്ങൾ ആലോചിച്ച് എനിക്ക് പഠിക്കാൻ തീരെ പറ്റിയിരുന്നില്ല. മമ്മി ഒരുപാട് പരിശുദ്ധ അമ്മയോട് ഉടമ്പടി എടുത്തതിൻ്റെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് അതായത് തൈലം പൂശി എന്നെ എക്സാമിന് വിടുമായിരുന്നു. അപ്പോൾ ഒരിക്കലും എനിക്ക് ഒന്നും പഠിക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ വചനങ്ങൾ ഇങ്ങനെ എഴുതുമായിരുന്നു, അല്ലാതെ ഒന്നും പഠിച്ചിട്ടില്ല. ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെക്കും, പക്ഷേ എനിക്ക് പഠിക്കാൻ പറ്റാറില്ല. അങ്ങനെ എക്സാമിന് പോയി. എക്സാമിന് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ആ ഒരു ഫലമായിട്ടാണ് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. എനിക്ക് ഓവറോൾ A ഗ്രേഡ് കിട്ടിയിട്ട് ഞാൻ PG കോഴ്സ് പാസ്സാവാണ് ഉണ്ടായത്. അതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് എൻ്റെ പ്രൊജക്റ്റാണ്. പ്രൊജക്റ്റ് എൻ്റെ അതേ വിഷയവും അതിൻ്റെ സിമിലർ ആയിട്ടുള്ള വിഷയങ്ങൾ എടുത്തവർക്ക് ഒരുപാട് ചോദ്യങ്ങൾ വൈവയിലൊക്കെ ചോദിക്കുകയുണ്ടായി. പക്ഷേ എൻ്റെ അടുത്ത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ളൊരു വാക്യത്തിനെ അനുവർത്തമാക്കിയിട്ട് എൻ്റെ അടുത്ത് ഒരു ചോദ്യങ്ങളും ചോദിക്കുകയുണ്ടായില്ല. അതുപോലെ തന്നെ വൈവയിൽ എനിക്ക് O ഗ്രേഡാണ് കിട്ടിയത്, അതായത് ഔട്ട്സ്റ്റാൻഡിങ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അത് ഞാൻ ഉടമ്പടി എൻ്റെ മമ്മിയാണ് ഉടമ്പടി എടുത്തിരുന്നത്. ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഒരു സാക്ഷിയാണ്. അതിനുശേഷം ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ വരാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായില്ല. അതിനുശേഷം ഫെബ്രുവരി 14 2025 ഫെബ്രുവരി 14 ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ഞാൻ കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു 8 മാസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ 8 മാസം കഴിഞ്ഞിട്ടും എനിക്ക് യാതൊരു വിധത്തിൽ ഒരുപാട് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു, യാതൊരു വിധത്തിൽ ഉള്ള ജോലിയും ലഭിച്ചിരുന്നില്ല. എനിക്കൊരു അധ്യാപികയാവണമെന്ന്. B.Ed അതിന് മുൻപ് കഴിഞ്ഞതാണ്. PG കഴിഞ്ഞിട്ടാണ് 8 മാസം വെറുതെ ഇരുന്നത്. പക്ഷേ ഒരു ജോലിയും ശരിയാവാതെ ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് വന്നു. അതിനുശേഷം ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി അവസാനിക്കുന്നതിന് ഒരു മാസം മുൻപായിട്ട് അതായത് ഞാൻ 10 വരെ പഠിച്ച അതേ സ്കൂളിൽ തന്നെ ഒരു ഇംഗ്ലീഷ് അധ്യാപികയായിട്ടാണ് എനിക്ക് ജോലി ലഭിച്ചത്. അതും നോട്ട് ബൈ മെറിറ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കെമിസ്ട്രി അധ്യാപികയാണ്, അല്ലെങ്കിൽ എനിക്ക് സയൻസാണ് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ അവിടെ പെട്ടെന്ന് 10 ഇംഗ്ലീഷ് അധ്യാപികയുടെ വേക്കൻസി വന്നു. അപ്പോൾ എൻ്റെ അടുത്ത് അപ്പം ആദ്യകാലങ്ങളിൽ വേറെ സബ്ജക്റ്റുകാരും നമ്മൾ എടുത്തിരുന്നു. അപ്പോൾ എനിക്കൊരിക്കലും ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അറിയില്ല എന്ന് എനിക്കറിയാം, മാതാവിനും അറിയാം. പക്ഷേ മാതാവ് എന്നെ ക്ലാസ്സിൽ കയറ്റുമ്പോൾ അത്രയും ശക്തമായിട്ട് ഒരു കംപ്ലൈൻറ്റ് പോലും ആ ക്ലാസ്, അതായത് ആ ഇയർ കഴിയുന്നത് വരെ കേട്ടിട്ടില്ല. അതേ സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുന്നവരെ വരെ ഒരുപാട് കംപ്ലയിൻറ്റ്സ് കാരണം കൊണ്ട് സിസ്റ്റർ ഇടയ്ക്ക് വിളിപ്പിക്കാറുണ്ട്. പക്ഷെ എന്നെ മാതാവ് അത്രയും പവർഫുള്ളാക്കി, ഈശോയിലൂടെ പവർഫുള്ളാക്കിയിട്ട് എല്ലാ ദിവസവും ഞാൻ വിശുദ്ധ കുർബാന കാണുമായിരുന്നു. അതെനിക്ക് വലിയ ശക്തിയായിരുന്നു. അങ്ങനെ ഞാൻ ആ ഒരു ഇയർ അവസാനിപ്പിക്കുന്നതിന് മുൻപ് തന്നെ എനിക്ക് ഹസ്ബൻഡിൻ്റെ കൂടെ വിദേശത്തേക്ക് പോകാനായിട്ടുള്ളൊരു സാഹചര്യം ലഭിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഉടമ്പടിയിൽ നന്നായിട്ട് ഉഴപ്പാനായിട്ട് തുടങ്ങി. അതിൻ്റെ ആ ഒരു അനുഗ്രഹങ്ങളും ഫീലൊക്കെ മറന്നു. അതിനുശേഷം വിദേശത്തെത്തി. അപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് ജോലി ലഭിക്കും എന്നുള്ളൊരു മെറിറ്റ് അവിടെ ഹസ്ബൻഡ് എന്നെ പറഞ്ഞ് ധരിപ്പിച്ചിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഒരുപാട് കൂട്ടുകാരവിടെ ഉണ്ടായിരുന്നു. എനിക്ക് ജോലി എന്തായാലും കിട്ടും എന്നുള്ള ഒരു ഉറപ്പായിരുന്നു. പക്ഷേ ഞങ്ങളവിടെ എത്തി കുറച്ച് കഴിയുമ്പോഴേക്കും യുദ്ധം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരു കാരണവശാലും എനിക്ക് ജോലി ലഭിക്കില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അതിനുശേഷം ഞാൻ പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഞാൻ ഉടമ്പടിയിൽ ഒരുപാട് ഉഴപ്പി. അത്രയും നാൾ ഞാൻ ചെയ്തിരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും പിന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇടാണ് ചെയ്തത്. ഞാൻ പരിശുദ്ധമ്മയെ ഓർത്ത ഉടനെ തന്നെ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട ഉടനെ ഈ യുദ്ധത്തിൻ്റെ കാലാവധിയുടെ ഇടയിൽ തന്നെ എനിക്ക് ഇൻ്റർവ്യൂസ് കിട്ടാനായിട്ട് തുടങ്ങി. അതിനുശേഷം എനിക്ക് ഉടമ്പടി എടുക്കുന്ന ഭയങ്കരമായിട്ട് ഉള്ളിൽ നിന്നൊരു ബോധ്യം ലഭിച്ചു. അതിനുശേഷം ഞാൻ വചനം എടുത്തപ്പോൾ ഉടമ്പടിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വചനം എനിക്ക് ലഭിക്കാനുണ്ടായത്. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് 3-ാം ദിവസം തന്നെ റാസൽ ഖൈമയിലെ, അതായത് UAE തന്നെയുള്ള ഒരു വലിയ സ്കൂളിൽ എനിക്ക് ഒരു ഇൻ്റർവ്യൂ കോൾ വരികയാണ് ചെയ്യുന്നത്. ആ ഇൻ്റർവ്യൂ കോളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അക്കാദമിക് ഇയറിൻ്റെ പകുതി, അതായത് 2-3 മാസം കഴിഞ്ഞിരുന്നു. ആ സമയത്ത് സാധാരണ UAE ടീച്ചർ റിക്രൂട്ട്മെൻ്റ് ഒന്നും നടക്കാത്തതാണ്. പക്ഷേ ഒരു ടീച്ചറിൻ്റെ ഹെൽത്ത് ഇഷ്യൂ കാരണം കൊണ്ട് അവർ പോയ കാരണം കൊണ്ടാണ് എന്നെ വിളിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ പോയി. എനിക്ക് ഇംഗ്ലീഷ് ഭാഷ അവിടെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയണം. കാരണം ടീച്ചേഴ്സ് ആകുമ്പോൾ അവിടെ കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് വേണം. പക്ഷേ പ്രിൻസിപ്പളിൻ്റെ റൂമിൽ പോയപ്പോൾ എനിക്ക് എൻ്റെ പപ്പേനെ കാണുന്ന പോലെയാണ് പ്രിൻസിപ്പളിനെ തോന്നിയത്. അത്രയും മലയാളത്തിൽ സംസാരിക്കുന്നത് പോലെ ഞാൻ
ഇംഗ്ലീഷിൽ സംസാരിച്ചു. അതെങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഉടമ്പടി വസ്തുക്കൾ, അതായത് കാശുരൂപം എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്നു. ഉടമ്പടി ഉപ്പെൻ്റെ, അതായത് ഞാൻ അവിടെ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്ത കാരണം കൊണ്ട് ബാക്കിയുള്ള ഉടമ്പടി വസ്തുക്കൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. പക്ഷേ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തതിൻ്റെ ഉടമ്പടി കാശുരൂപം ഞാൻ മുറുകെ പിടിച്ചിട്ടാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നത്. വളരെ നന്നായിട്ട് പ്രിൻസിപ്പൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് സാധിച്ചു. അതിനുശേഷം പിറ്റേ ദിവസം തന്നെ ഡെമോ ക്ലാസ്സിന് വരാനായിട്ട് പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ ഡെമോ ക്ലാസ്സിന് വന്നു. പക്ഷേ ഞാൻ ആ സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് ബ്ലാങ്ക് ആയിപ്പോയി. പക്ഷേ അതിനുശേഷം ക്ലാസ്സിന് ശേഷം തിരിച്ച് പ്രിൻസിപ്പൾ വീണ്ടും വിളിപ്പിച്ചിട്ട് ആൾ പറഞ്ഞു, നിൻ്റെ ലാംഗ്വേജ് നല്ലതാണ്. അതായത് ഞാൻ ക്ലാസ്സിന് ഫുള്ള് തപ്പലായിരുന്നു, എനിക്കതറിയാം, എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മയ്ക്കും അറിയാം. പക്ഷേ പ്രിൻസിപ്പലിന് അത് തോന്നിയത് വളരെ നന്നായിട്ടാണ് ഞാൻ ക്ലാസ് എടുത്തതെന്നാണ്. ആൾക്ക് എൻ്റെ ലാംഗ്വേജ് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ എനിക്ക് അന്ന് തന്നെ ഓഫർ ലെറ്റർ കിട്ടി. ഇവിടെ എനിക്ക് അതായത് വളരെ കുറവ് ശമ്പളത്തിൽ ആണ് ഞാനിവിടെ ജോലി ചെയ്തിരുന്നത് നാട്ടിൽ. പക്ഷേ അവിടെ എനിക്ക് 70,000-ന് മുകളിൽ ശമ്പളത്തോടു കൂടി ജോലി ലഭിക്കാനുണ്ടായത്. അതിനു മുൻപ് ഞാൻ ഉടമ്പടിയിൽ ഉഴപ്പിയ കാരണം കൊണ്ട് ഞാനൊരു കാര്യം ചെയ്തിരുന്നു. ഈ സാക്ഷ്യം ഞാൻ എൻ്റെ ഡയറിയിൽ, ആദ്യത്തെ സാക്ഷ്യം മുഴുവനും ഡയറിയിൽ എഴുതി, എൻ്റെ മാതാവും ഈശോയും എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട എല്ലാ കാര്യങ്ങളും ഡയറിയിൽ എഴുതി ഈശോയ്ക്ക് സമർപ്പിച്ചിരുന്നു. മാപ്പ് പറഞ്ഞിരുന്നു ഞാൻ സാക്ഷ്യം പറയാതെയാണ് പോകുന്നതെന്ന്. എന്നിട്ട് എനിക്ക് 2 മാസം കഴിഞ്ഞ് പെട്ടെന്ന് അവിടെ വെക്കേഷൻ വന്നു, അതായത് സമ്മർ ബ്രേക്കാണ് ഇപ്പോൾ. അപ്പോൾ ഞാൻ മാതാവിനെ സാക്ഷ്യം പറയാനായിട്ടിപ്പോൾ വന്നിരിക്കുകയാണ്. ഇനി ജീവകാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് ഞാനിവിടെ വർക്ക് ചെയ്തിരുന്ന സമയത്തും അഗതി മന്ദിരങ്ങൾ സന്ദർശിക്കാറുണ്ട്. അതുപോലെ തന്നെ എല്ലാ മാസത്തെയും ശമ്പളത്തിൻ്റെ ഒരു വിഹിതം ഞാൻ പാവപ്പെട്ട ആളുകൾക്കും അതുപോലെ തന്നെ ആശുപത്രി ആവശ്യങ്ങൾക്കുള്ള അത്യാവശ്യങ്ങളുള്ള ആൾക്കാർക്കും കൊടുത്തിരുന്നു. അത് മുടക്കം വരുത്തിയിട്ടില്ല. അതിനുശേഷം പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്യാറുള്ളത് പത്രം വിതരണം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ പേഴ്സണലായിട്ട് സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്, സ്റ്റാറ്റസ് ഇടാറുണ്ട്. പിന്നെ പേഴ്സണൽ വോയിസ് അയച്ച് അവർക്ക് ദുഃഖങ്ങൾ, എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അവരെ ശക്തിപ്പെടുത്താനായിട്ട് വചനങ്ങളും അതുപോലെ തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും അയച്ചു കൊടുത്ത് അവരെ ശക്തിപ്പെടുത്താനായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി അർപ്പിക്കുന്നു. ജോബിൻ്റെ പുസ്തകം 10-ാം അധ്യായം 12-ാം തിരുവചനം. അങ്ങ് എന്നിൽ ജീവനും ഗാഢമായ സ്നേഹവും നിക്ഷേപിച്ചു. അങ്ങയുടെ പരിപാലന എൻ്റെ ആത്മാവിനെ സംരക്ഷിച്ചു. നയന എന്ന ഈ മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നിന്ന് ദൈവപിതാവിൻ്റെ അഗാധമായ സ്നേഹത്തെക്കുറിച്ചാണ് ഈ മകൾക്കിവിടെ പറയാനുള്ളത്. ഈശോ നമ്മെ സ്നേഹിക്കുന്നത്, ഉടമ്പടി എടുത്ത് ജീവിക്കുന്ന മക്കളെ ഈശോ സ്നേഹിക്കുന്നത് ഒരു പ്രത്യേക തരത്തിലാണെന്ന് ഓരോ മക്കളും ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ ഓരോരുത്തരുടെയും ജീവിതാനുഭവങ്ങൾ, ഓരോരുത്തരുടെയും ദൈവസ്നേഹത്തിൻ്റെ അളവും ആഴവും അനുഭവങ്ങളും വളരെ വ്യത്യസ്തമാണെന്ന് ഓരോ സാക്ഷ്യത്തിലും നമുക്ക് മനസ്സിലാക്കാം. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, വളരെ ശ്രദ്ധയോടുകൂടി വേണം ഉടമ്പടി ധ്യാനങ്ങൾ പങ്കെടുക്കുവാൻ, ഉടമ്പടി ജീവിക്കുവാൻ. ആഴ്ചയിലൊരിക്കലുള്ള ഉപവാസ പ്രാർത്ഥന, കാരുണ്യ പ്രവൃത്തികൾ ചെയ്ത് ക്രിസ്തു കൈമാറ്റത്തോടെ വചനവായനയിൽ അടിയുറച്ച് വിശ്വാസ ജീവിതം പ്രാവർത്തികമാക്കി 2 ആഴ്ച കൂടുമ്പോൾ വിശുദ്ധ കുമ്പസാരം നടത്തി ഉടമ്പടി ജീവിക്കണം. അതുപോലെ തന്നെ ഈശോയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുന്ന ഒരു ജീവിതം കൂടിയാണിത്. അതുകൊണ്ട് ഈ നൈനയ്ക്ക് ഇന്നിവിടെ പറയാനുള്ളത്, തനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു വലിയ ദുബൈയിലെ ടീച്ചർഷിപ്പ് ജോലി കിട്ടിയിരിക്കുന്നത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഉടമ്പടി അടിസ്ഥാനത്തിലാണ്. താനൊരു കെമിസ്ട്രി ടീച്ചറാണ്, PG ചെയ്തത് കെമിസ്ട്രിയിലാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്കൂളിൽ ഇംഗ്ലീഷ് ടീച്ചറായി ജോലി കിട്ടുക എന്നുള്ളത്, അതിൻ്റെ ഇൻ്റർവ്യൂസ്, വൈവ, അതെല്ലാം വളരെ സ്ട്രഗിളിലൂടെ കടന്നു പോകേണ്ടതാണ്. പക്ഷേ നേർച്ച വസ്തുക്കളുടെ ഉപയോഗം മൂലം ഒരു വളരെ ശക്തമായ ഒരു പ്രചോദനം തന്നോട് ചോദിക്കുന്നത് പറയുവാനും ഉത്തരം കൊടുക്കുവാനും കുട്ടികളുടെ മുന്നിലെല്ലാം നിന്ന് അത് ഡെമോ ചെയ്യുവാനൊക്കെയുള്ള വലിയ ശക്തി ഈ മകൾക്ക് ലഭിച്ചുവെന്ന് ഇവിടെ ഏറ്റു പറയുന്നുണ്ട്. ഉടമ്പടിയിൽ ദൈവസ്നേഹവും ദൈവാശ്രയവും വളരും. പക്ഷേ ആശങ്കയും നിരാശയും കൂടെ നിൽക്കും. കാരണം ദൈവസ്നേഹം സർവ്വതും അതിജീവിക്കുന്നതാണ്. സ്നേഹത്തെക്കുറിച്ചുള്ള മനോഹരമായ കാവ്യം വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്. സ്നേഹം എല്ലാം അതിജീവിക്കുന്നു, സ്നേഹം എല്ലാം ക്ഷമിക്കുന്നു, സ്നേഹം എല്ലാം സഹിക്കുന്നു, സ്നേഹം ദീർഘക്ഷമയുള്ളതാണ്, ദീർഘശാന്തതയുള്ളതാണ്. അപ്പോൾ ഇതൊരു ഒക്കേഷണൽ റിലേഷൻ അല്ല, അത് ദൈവവുമായിട്ടുള്ള അഗാധമായ ഒരു ബന്ധത്തിൻ്റെ നമ്മെ നിത്യതയിലേക്ക് എത്തിക്കുന്നതാണ്. ഈശോയെ സ്നേഹിക്കുന്നത് മൂലം എന്തെല്ലാം മാറ്റങ്ങളാണ് എന്നിൽ വന്നിട്ടുള്ളതെന്ന് ഉടമ്പടി ചെയ്ത മക്കളോട് ഏറ്റു പറയുന്നുണ്ട്. സമയം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ദൈവരാജ്യം പ്രഘോഷിക്കുവാനുള്ള സാധ്യമാകുന്നു എന്നുള്ളതാണ് ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന വലിയ ഒരു ആശ്വാസവും വലിയൊരു സാധ്യതയും. ഇന്ന് ഈ മകൾക്ക് പറയാനുള്ളത്, ഞാൻ സാക്ഷ്യം പറയാൻ വൈകിപ്പോയി,
അതിന് റെമഡിയായി ഞാൻ എൻ്റെ ഡയറിയിൽ തന്നെ ഈശോയോട് മാപ്പ് പറഞ്ഞ് ഞാൻ സാക്ഷ്യം പറഞ്ഞിരുന്നു. നമുക്കറിയാവുന്നതുപോലെ ഉടൻ പരിഹാരമാണ്. ഉടൻ പരിഹാരം ലഭിക്കണമെങ്കിൽ നമുക്ക് എപ്പോഴും റിക്കൺസിലിയേഷൻ ആവശ്യമാണ്. നമ്മുടെ പശ്ചാത്താപവും നമ്മുടെ പാപങ്ങളുടെ ഏറ്റുപറച്ചിലുമാണ് നമുക്ക് അനുഗ്രഹം പെട്ടെന്ന് കൈവരിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം. അതുകൊണ്ട് തന്നെ നമ്മുടെ റിപ്പൻറ്റൻസ് അതുപോലെ ബ്ലെസ്സിങ്സ് ഒരു നാണയത്തുട്ടിൻ്റെ 2 വശം പോലെ എപ്പോഴും നാം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് മാത്രമല്ലാതെ എനിക്ക് വേറെ ആരുമില്ല, എൻ്റെ പ്രഥമ സ്ഥാനം ഈശോയ്ക്കാണ് എന്ന് ഏറ്റുപറയുന്നതാണ് ഈ ഉടമ്പടി ജീവിതം. നമുക്ക് ഈശോയോട് എപ്പോഴും വിശ്വസ്തരായിരിക്കാം, ഉടമ്പടിയിൽ മുന്നേറാം. സമാനമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളെയും നൈനയുടെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.